Hello everyone, welcome back to a new episode of Camera Mumbai. നമസ്കാരം, ഞാൻ വിനോദ് കോവൂരാണ്. ഇത്തവണത്തെ ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് നേടിയ അട്ടപ്പാടിയുടെ വാനമ്പാടിയായ നെഞ്ചിയമ്മ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് നെഞ്ചിയമ്മയോടൊപ്പം ഒരു ഗാനം ആലപിക്കാൻ, സിനിമയിൽ ഒരു ഗാനം ആലപിക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി എന്നുള്ളതാണ്. അത് പ്രശാന്ത് കാനത്തൂർ സംവിധാനം ചെയ്ത സ്റ്റേഷൻ 5 എന്ന സിനിമയിലായിരുന്നു. സിനിമയുടെ ചിത്രീകരണം മുഴുവൻ അട്ടപ്പാടിയിൽ വെച്ചായിരുന്നു. ഞാൻ ആ സിനിമയിൽ ആക്ച്വലി അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് എൻ്റെ ഒരു നാടൻ പാട്ട് കേട്ടിട്ട് ആ സംവിധായകൻ എന്നോട് പറയുകയായിരുന്നു, നെഞ്ചിയമ്മ ഈ സിനിമയിലൊരു പാട്ട് പാടുന്നുണ്ട്, അത് നമുക്കൊരു ഡ്യുവറ്റ് സോങ് ആക്കാം, വിനോദം കൂടി ആ പാട്ട് പാടണമെന്ന്. തൊട്ടടിക്കാൻ കള്ളു വേണം. തൊട്ടടിക്കാൻ കള്ളു വേണം, തൊട്ടിരിക്കാൻ ആളു വേണം, കള്ളു തള്ളിത്താ എന്റെ പനച്ചാറ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നെഞ്ചിയമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ആ പാട്ട് കേട്ട അന്ന് മുതൽ നെഞ്ചിയമ്മയോട് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. എന്നെങ്കിലും നെഞ്ചിയമ്മയെ ഒന്ന് നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ദൈവം എനിക്കൊരു വഴിയൊരുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ആ ഗാനം ഒരുമിച്ച് ആലപിച്ചു. അത് വലിയ ഹിറ്റായിട്ട് മാറി. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പാട്ട് ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ആ പാട്ട് കേട്ടു എന്നുള്ളതാണ് വലിയ സന്തോഷം. ചൂണ്ടയിട്ട് ചുണ്ട് കോർത്ത കോലിയൊന്നു ചാറ് വെക്കാൻ കൂടങ്കല്ല് തായന്റെ പണച്ചാറ്. അപ്പം ഞാനന്ന് ആ പാട്ട് പാടി കഴിഞ്ഞപ്പം നെഞ്ചിയമ്മയുടെ ആ നിഷ്കളങ്കമായ ചിരിയും സ്നേഹവും എല്ലാം വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. ഞാൻ നെഞ്ചിയമ്മയ്ക്ക് ഒരു സമ്മാനം, സാരി, ഒരു നല്ലൊരു സാരി വാങ്ങി നെഞ്ചിയമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. ഞണ്ടീനെ ഞൊണ്ടി നോക്കി ഞണ്ടൊന്ന് ഞൊണ്ടി മെല്ലെ, ഞണ്ടില്ല കള്ളില്ല കഞ്ഞിക്ക് കറിയില്ല, പെട്ടുപോയി വെട്ടും പോയി പള്ളേന്റെ പത്തായം കള്ളുകൊണ്ട് തള്ളന്റെ പണച്ചാറ്. ഇപ്പോഴും ആ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്നു. അപ്പം ദേശീയ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. വമ്പൻ കുമ്പയുണ്ട്, കുമ്പയ്ക്ക് കുടവുമുണ്ട്, കുടത്തിലോ കള്ളില്ല, കള്ളിനോ കാശില്ല. അപ്പോൾ സത്യത്തിൽ ദേശീയ അവാർഡ് കിട്ടിയപ്പം ഞങ്ങളുടെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഹിറ്റായത്. ആ സമയത്ത് പല ആളുകളും ആ പാട്ടെടുത്ത് ഷെയർ ചെയ്തു. ഒരുപാട് പേര് എനിക്ക് അയച്ചേറുകയുണ്ടായി. അങ്ങനെ മൊത്തത്തിൽ സന്തോഷമായിരുന്നു. നെഞ്ചിയമ്മയെ ഞാൻ വീഡിയോ കോൾ വിളിച്ച് അവാർഡ് കിട്ടിയതിന് ശേഷം സംസാരിച്ചിരുന്നു. വലിയ ഹാപ്പിയിലാണ് അവർ. എന്തായാലും എനിക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് നെഞ്ചിയമ്മയോടൊപ്പം ഇങ്ങനൊരു പാട്ട് പാടാൻ സാധിച്ചത്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുന്നു. താങ്ക് യു.
ഞാൻ സിനിമ അധികം കണ്ടിട്ടേ ഇല്ല. അപ്പല സിനിമ എന്താ ഭയങ്കര ആഗ്രഹിയ. 4 മണിക്കെല്ലാം ഞങ്ങൾ ചോറ് വെച്ച് 5-6 മണിക്കുള്ളിൽ കൊട്ടായിലെത്തും സിനിമ കാണാൻ.